അടുത്ത ക്വസ്റ്റ്യൻ മാക്സിമം ഡിസ്റ്റൻസ് ടു ദ ക്ലോസസ്റ്റ് പേഴ്സൺ ആണ്. ഇത് ഇൻട്രോവേർട്സിനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത്. നമുക്കതിൽ ചെയ്യാനുള്ളത് ഒരു മാത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ല, പക്ഷെ നമുക്ക് അതിന് കുറച്ച് കണ്ടീഷൻസും എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. ഞാൻ നന്നായിട്ട് വൈറ്റ് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കമൻറ്റ് സെക്ഷനിൽ വന്നിടാം. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്കിനി അടുത്ത പ്രോബ്ലം മാക്സിമം ഡിസ്റ്റൻസ് ടു ക്ലോസസ്റ്റ് പേഴ്സൺ ചെയ്ത് നോക്കാം. റിവേഴ്സബിൾ ചെയ്തില്ലേ? ഓക്കെ, ഇപ്പൊ മാക്സിമം ഡിസ്റ്റൻസ് ടു ക്ലോസസ്റ്റ് പേഴ്സൺ വായിച്ചു നോക്കാം. യു ആർ ഗിവൺ എൻ അറേ, ഇത് മീഡിയം പ്രോബ്ലം ആണ്. ഓക്കെ, you are given an array representing a row of seats. So seats of I is equal to 1 represents a person sitting in the ith seat, and seats of I equal to 0 represents that the ith seat is empty, 0 indexed. There's at least one empty seat and at least one person sitting. Alex wants to sit in the seat such that the distance between him and the closest person to him is maximized. Return that maximum distance to the closest person. Example 1, seats equal to the 2. If Alex sits in the second open seat, then the closest person has distance 2. If Alex sits in any other open seat, the closest person has distance 1. So the maximum distance to the closest person is 2. Seats equal to 1, 0, 0, 3. 2 എന്ന് വരണമെന്നുണ്ടെങ്കിൽ അലക്സ് വന്നിട്ട് എവിടെ ഇരിക്കണം? അലക്സ് ഇവിടെ ഇരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. സെക്കൻഡ് ഓപ്പൺ സീറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അലക്സ് സിറ്റ്സ് ഇൻ എനി അതർ ഓപ്പൺ സീറ്റ്, ദ ക്ലോസസ്റ്റ് പേഴ്സൺ ഹാസ് ഡിസ്റ്റൻസ് 1. ഡിസ്റ്റൻസ് 1 എന്നാണ് പറയുന്നത്. അപ്പൊ ഇടയിലുള്ള ഗ്യാപ്പ് ആവും ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, ഔട്ട്പുട്ട് ഇവിടെ 3 വന്നല്ലോ. ലെക്സ് ഇൻ ദ ലാസ്റ്റ് സീറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 0, 1, 2, 3. ഇതിപ്പോ ഞാൻ കൺസെപ്റ്റ് മുന്നത്തെ വട്ടം പറഞ്ഞ പോലെ തന്നെ തെറ്റിക്കുന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് ഇപ്പൊ ഇവര് മാക്സിമം ഡിസ്റ്റൻസ് എടുക്കണം എന്നുള്ളത്. സെക്കൻഡ് ഓപ്പൺ സീറ്റിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ക്ലോസസ്റ്റ് പേഴ്സൺ ആണെന്ന് തന്നെ അല്ലേ, ഹാസ് ഡിസ്റ്റൻസ് 2. So next it's in any other open seat, closest person is just 1, maximum distance closest person is 2. So in the last seat, seats of 3, closest person is 3 seats away. Closest person ശരിക്കും ഇവിടെ 1 ആണ്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ക്ലോസസ്റ്റ് പേഴ്സൺ 1 ആണല്ലോ. ഇവിടെ എന്താ പേര് ഉദ്ദേശിക്കുന്നത്? ഈ അലക്സ് സിറ്റ്സ് ഇൻ ദ സെക്കൻഡ് ഓപ്പൺ സീറ്റ് എന്നാണ്. 0, 1, 2. അത് ശരി, അങ്ങനെ പറയാം. അപ്പൊ ഇവിടെ ഇരിക്കുകയാണെങ്കിലാണ് പറഞ്ഞത് സെക്കൻഡ് പൊസിഷനിലാണ്. അത് ശരി. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ഇവിടുന്ന് ഇടയിൽ വന്നിട്ട് 1, 2 എന്ന് പറഞ്ഞ സെക്കൻഡ് പൊസിഷനിൽ 1, 2 എന്ന് പറഞ്ഞ സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇരിക്കുകയാണെങ്കിൽ 1, 2 തേർഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ശരി. ഓക്കെ, അത് ഞാൻ കോഡ് ചെയ്തിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് അത്ര വലിയ ടഫ് ആണെന്ന് വെച്ചപ്പോൾ ഒരു ആവറേജ് നമ്മൾ ലോജിക്കലി ചിന്തിക്കേണ്ടതാണ്. കൂടുതലായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ഇടാം. 1, 0, 0, 1, 0, 1 അങ്ങനെയാണ് വിചാരിക്കും. ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ. അതേപോലെ തന്നെ വേറെ എക്സാമ്പിളാണ് 1, 0, 0 അല്ലേ. അപ്പോൾ ഇതിൽ ഒരാൾ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എവിടെ വന്നിരിക്കാം? ഇവിടെ ഇരിക്കാൻ പറ്റും? ഇല്ല. ഇവിടെ ഇരിക്കാം അല്ലേ. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാൻ പറ്റും? ഇല്ല. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാൻ പറ്റില്ല അല്ലേ. ഇനി ഇതിലെന്താണ് ഏറ്റവും സ്പേസ് ഇട്ടിരിക്കണം. ഏറ്റവും സ്പേസ് ഇട്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ക്ലോസസ്റ്റ് പേഴ്സൺ ആണ്. അടുത്തുള്ള ആളുമായിട്ട് ഏറ്റവും സ്പേസ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകെ 1 ആണ് കിട്ടും. ഇത് തൊട്ടിപ്പുറത്തല്ലേ. ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? ഇവിടെ 1 ആവും. നമുക്ക് എന്താണ് 2 കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ട് പോവാം, ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ട് അല്ലേ. സോറി, ഇവിടെ ഇവിടെ 2 കിട്ടും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നാലും 1 കിട്ടും. കാരണം ഇപ്പുറത്തുള്ള ആളായിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഇവിടെ ഇരിക്കുകയാണെങ്കിലും 1 കിട്ടും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഏതാണ്? ഇതാണ്. ഈ ഒരു പൊസിഷനാണ് നമ്മുടെ കറക്റ്റ്. ഇതാണ് നമ്മുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ. അല്ല, ക്ലോസസ്റ്റ് അല്ല, മാക്സിമം ഡിസ്റ്റൻസ് ഉള്ള ക്ലോസസ്റ്റ് പോയിന്റ് അല്ലേ എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോസസ്റ്റ് ആളുമായിട്ട്. പിന്നെ ഇവിടെ എന്തുണ്ടാവണം? ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ ഇരിക്കാൻ പറ്റില്ല അല്ലേ. ഇവിടെ ഇരിക്കാം, അപ്പോൾ 1 ആവും. ഇവിടെ ഇരിക്കാം, അപ്പോൾ 2 ആവും. ഇവിടെ ഇരിക്കാം, അപ്പോൾ എന്താവും? 3 ആവും. അപ്പോൾ എന്താ ആൾക്ക് ഇവിടെ ഇരിക്കുന്നതാവും. ഈ 3 തേർഡ് പൊസിഷനിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് നമ്മുടെ മാക്സിമം ക്ലോസസ്റ്റ് പോയിന്റ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഇതിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് 2 ആൾക്കാരുടെ ഗ്യാപ്പിലുള്ള സ്ഥലമാണ് ഇത് അല്ലേ. ഇവിടെ ആണെങ്കിലും 2 ആൾക്കാരുടെ ഗ്യാപ്പിലുള്ള സ്ഥലമാണ് ഇത് അല്ലേ.
അത് നമുക്ക് എന്തായാലും മനസ്സിലായി. ഇവിടെ നമുക്ക് രണ്ടാൾക്കാരില്ല, ഒരാളേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാൾക്കാരും ഒരാളും ഉള്ള കണ്ടീഷൻ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ വേണ്ട ഒരു കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. അതായത് നമുക്ക് ഇടയിൽ വിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാക്സിമം ഡിസ്റ്റൻസ് എങ്ങനെയാണോ, ആദ്യം നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഫുള്ളി ഒന്ന് മൂവ് ചെയ്യണം. ഫുള്ളി മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ആദ്യം നമ്മുടെ സീറ്റിൽ എന്താ ആള് ഇരിക്കുന്നുണ്ടാവും അല്ലെ. സീറ്റിൽ ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, സീറ്റ് ഓഫ് ഐ എന്ന് പറഞ്ഞതിൽ ആൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ എന്താണ് പ്രീവിയസ്. ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു പോയിന്റർ നമുക്ക് കണക്കാക്കണം. പ്രീവിയസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യം കണ്ടുപിടിച്ച ആള് ആദ്യം കണ്ടുപിടിച്ചിട്ടില്ല, നമ്മളൊരാളെയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം കണ്ടുപിടിച്ചത് ഒരു ആരും കണ്ടുപിടിച്ചിട്ടില്ല. പ്രീവിയസ് ഈസ് ഈക്വൽ ടു -1 ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ എന്താണ് മാക്സിമം ഡിസ്റ്റൻസ് എന്താണ് നമ്മൾ ഐ എന്ന് കൊടുക്കണം. ആ ഫസ്റ്റ് എവിടെയാണ് നമ്മുടെ പൊസിഷനിൽ എത്തണത് അതാണ് നമ്മുടെ മാക്സിമം ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ മാക്സിമം ഡിസ്റ്റൻസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിലും വിചാരിക്കാം. അപ്പോൾ നമ്മുടെ മാക്സിമം ഡിസ്റ്റൻസ് ഇവിടെയാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഇത് മോസ്റ്റ്ലി നമ്മളിപ്പോൾ ഇതൊരു അവസാനത്തിന്റെ കണ്ടീഷൻ വിചാരിക്കും. ഇപ്പോൾ 0 0 0 1 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ഈ മാക്സിമം ഡിസ്റ്റൻസ് ഈക്വൽ ടു ഐ എന്നുള്ളത് ഭയങ്കര ഉപകാരമാണ്. കാരണം എന്താണ്, ഇവിടെ എപ്പോഴും എന്താണ് പ്രീവിയസ് ഈക്വൽ ടു -1 പ്രീവിയസ് ഈക്വൽ ടു -1 പ്രീവിയസ് ഈക്വൽ ടു -1 തന്നെ വരിക. ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് എന്ത് നമ്മുടെ ഇത് ഈക്വൽ ടു 1 ആവുള്ളൂ. അപ്പോഴും പ്രീവിയസ് ഈക്വൽ ടു -1 ആവും. അപ്പൊ നമ്മുടെ മാക്സിമം ഡിസ്റ്റൻസ് എന്താണ്, മാക്സിമം ഡിസ്റ്റൻസ് പറയുന്നത് എന്താണെന്ന് കാണിക്കും. ഈ പൊസിഷൻ 0 1 2 3 ആവും. കാരണം എന്തുകൊണ്ടാണ് ഈ പൊസിഷൻ വരുന്നത്? കാരണം നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ നമ്മുടെ ആള് പോയിട്ടിരിക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ എന്റെ പേരാണെന്നുണ്ടെങ്കിൽ അജയ് എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടിരിക്കാൻ പറ്റും. എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയിരുന്നില്ല. ഇവിടെ ഉള്ളതല്ല ഇവിടെ കണക്കാക്കുന്നത്. ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ കണക്കാക്കുന്നത് ഏജ് ഈക്വൽ ടു മാക്സിമം ഡിസ്റ്റൻസ് ഈക്വൽ ടു 3 എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അതാണ് കറക്റ്റ് ഇവിടെ അത് കിട്ടും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഇത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഈക്വൽ ടു -1 അല്ല. അതിന്റെ അർത്ഥം എന്താ, പ്രീവിയസ് ഓൾറെഡി ഒരാൾ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ വന്നിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു കണ്ടീഷൻ ആകുമ്പോൾ എന്താണ് നമ്മുടെ മാക്സിമം ഡിസ്റ്റൻസ് എന്താവും, എന്താ ഞാൻ എന്താ പറഞ്ഞത്, ഇതിന്റെ നേരെ പകുതി എടുക്കണം അല്ലെ. നേരെ പകുതിയിലാണ് രണ്ടിന്റെയും കൂടിയിട്ടുള്ള ഡിസ്റ്റൻസിന്റെ നേരെ പകുതി ആയിരിക്കും. അപ്പൊ എന്തായാലും മാക്സിമം ഓഫ് ഈ മാക്സിമം ഡിസ്റ്റൻസ് ഇവിടെ വരും, കോമ നമ്മുടെ എന്താണ് ഈ രണ്ടിന്റെ കൂടിയിട്ട് പകുതി. അപ്പൊ എന്താ ഐ മൈനസ് പ്രീവിയസ് ബൈ 2 അല്ലെ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് ഇതിന്റെ നേർ പകുതി കിട്ടും. നേർ പകുതി വാല്യൂ കിട്ടി. ഇനിയിപ്പോ അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ ഇത് ഓക്കെ, ഇത് നമുക്ക് എന്തായാലും വണ്ടിക്കുള്ളിൽ തന്നെ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, പിന്നെ നമ്മൾ ഇത് കഴിയണതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പ്രീവിയസ് ആള് കഴിയണതിന്റെ മുന്നേ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്രീവിയസ് ഈക്വൽ ടു ഐ. നമ്മൾ എന്താണ് ഇപ്പൊ നമ്മൾ എവിടെയാണ് നമ്മളിപ്പോ 1 കാണുന്നത്, ഇവിടെ നമ്മൾ ഫസ്റ്റിൽ 1 കണ്ടു. അപ്പൊ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, പ്രീവിയസ് 1 ആണ്, പ്രീവിയസ് നമുക്ക് 0th ക്വസ്റ്റ്യനിലാണ് എന്നിട്ട് നമ്മൾ കയറും. ഇതിപ്പോ പൊസിഷൻ ഇൻഡെക്സിന് ഒരു 1 ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് എന്തായാലും നമ്മൾ ഇടയിലുള്ള ഗ്യാപ്പിനെ വരുള്ളൂ. 5 - 1 4 തന്നെയാണ്, 4 - 0 4 തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ പുറത്ത് നമുക്ക് ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. ഇവിടെ വെച്ച കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണ്, ഇപ്പൊ ഇത് എന്തിനൊക്കെ കുഴപ്പമില്ല, ഇത് കറക്റ്റായി ഇതും കറക്റ്റ് ആവും. ഈ രണ്ടിനും ഈ ഒരൊറ്റ ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ നമുക്ക് ഈ ഭാഗം ഇപ്പോഴും സാറ്റിസ്ഫൈ ആയിട്ടില്ല. കാരണം എന്താ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടപ്പോൾ പ്രീവിയസിൽ ഒരു വാല്യൂ കൊടുത്തു അല്ലെ. അപ്പൊ മാക്സിമം ഡിസ്റ്റൻസ് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഈക്വൽ ടു -1 ആണ്, മാക്സിമം ഡിസ്റ്റൻസ് ഈക്വൽ ടു ഐ എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ ഈ പൊസിഷനോട് കൊടുത്തു. പിന്നെ പ്രീവിയസ് ഈക്വൽ ടു ഐ ആയി. പിന്നെ ബാക്കിയുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രീവിയസ് ഡിസ്റ്റൻസ് ഫസ്റ്റത്തെ പൊസിഷൻ ആണെന്ന് പറയാനും പറ്റില്ല. അപ്പൊ അത് കറക്റ്റ് ആവില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ ഈ മാക്സിമം നമ്മൾ എന്താണ് വേറെ തരത്തിൽ ചെയ്യണം. മാക്സിമം ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം വെച്ചാൽ മാക്സ് ഓഫ് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ മാക്സിമം ഡിസ്റ്റൻസ് കോമ n-1 പ്രീവിയസ്. അപ്പോൾ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഈ സ്ട്രിങ് വരില്ലേ, കാരണം നമ്മുടെ ഫുൾ സീറ്റ്സ്, ലെങ്ത് ഓഫ് സീറ്റ്സ്. അപ്പൊ ഈ ഫുൾ സീറ്റ്സിന്റെ ലെങ്ത് -1 പ്രീവിയസ് എന്ന് പറയാം. അപ്പൊ എന്താണ്, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഈ 100 എടുത്ത് വയ്ക്കാം. 100 ഇവിടെ പ്രീവിയസ് എന്ന് പറയുന്നത് 0 ആയി മാറിയിരുന്നു. അപ്പൊ ഇത് n-1 3 - 0 എന്നാവും. മാക്സിമം ഡിസ്റ്റൻസ് ഫസ്റ്റ് 0 ആയിരുന്നു. അപ്പൊ മാക്സ് ഓഫ് 0 - 3 - 0 എന്താവും, 3 ആയി മാറും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റി, എവിടെ ഏത് പൊസിഷനിലാണ് 1 ഉണ്ടായിരുന്നത്, അപ്പൊ ലാസ്റ്റ് പൊസിഷനിൽ 1 വന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വിചാരിക്കാം 0 0 1 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താവും നോക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാക്സ് ഡിസ്റ്റൻസ് ഫസ്റ്റ് ആദ്യം കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രീവിയസ് -1 ആണ്, സീറ്റും 1 ആണ് അല്ലെ. സീറ്റ് 1 ആണ്, പ്രീവിയസ് -1 ആണ്. ഈ മാക്സിമം ഡിസ്റ്റൻസ് തരുന്നത് നമ്മുടെ ഈ പൊസിഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഈ പൊസിഷനാണ് നമ്മൾ കൊടുക്കുമ്പോൾ 0 1 2 ആയി മാറും. പിന്നെ നമ്മൾ അവസാനത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇത് വന്നിട്ട് n-1 പ്രീവിയസ് കൂടി ഒന്ന് ചെയ്ത് നോക്കും. അപ്പൊ എന്താണ് 3 - പ്രീവിയസ് എവിടെയായിരുന്നു, ഫസ്റ്റ് പൊസിഷനാണ് നമ്മൾ മാറിയത്.
അപ്പോൾ അതെന്താണ് 2 എന്ന് വരും, അപ്പോൾ 1 വരും. ഇപ്പോൾ 2 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് വരിക, കാരണം 2,1 വരും. 2,1 വരുമ്പോൾ 2 വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ പോയിട്ട് നമുക്ക് എനിക്ക് ഇരിക്കാൻ പറ്റും. AJക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, നമ്മുടെ ആ വാല്യൂ സാറ്റിസ്ഫൈ ആവും, ഈ വാല്യൂ സാറ്റിസ്ഫൈ ആയി, ഈ വാല്യൂ സാറ്റിസ്ഫൈ ആയി. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടീഷൻസ് ഇങ്ങനെ എഴുതിപ്പോയി. പക്ഷെ ഇതെന്താ വെച്ചാൽ ഇത് എന്തോ ചില ടെസ്റ്റ് കേസസിൽ റോങ് ആണ്. ഞാൻ കുറച്ച് ChatGPT ഹെൽപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ സെയിം നമ്മുടെ കൺസെപ്റ്റ് കറക്റ്റ് തന്നെയാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളൊരു രണ്ട് പൊസിഷൻ ഇടുകയാണ് ചെയ്തത്, പ്രീവിയസ് പൊസിഷനും പൊസിഷൻ എന്ന് പറഞ്ഞിട്ടും. എന്താ അപ്പൊ ഇതില് കൺസെപ്ച്വലി സെയിം ആയിരുന്നു. പക്ഷെ ഇതിൽ എന്താണ് കുറച്ച് എഡ്ജ് കേസസ് ഇത് എന്താണ് വർക്ക്ഔട്ട് ആവുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിത് കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞുതരാം. നമ്മൾ വൈറ്റ് ബോർഡിൽ കണ്ട പോലെ കുറച്ചും കൂടിയും എന്താണ് പൊസിഷൻ വെച്ചിട്ട് കളിക്കുന്നതിലാണ് കുറച്ചുകൂടിയും ഈസിയർ ആയിട്ട് വർക്ക് ആവുക. ഓക്കെ, ഞാനിത് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അത് നമുക്ക് എന്താണ് പൊസിഷൻ ആവശ്യമില്ല. പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി നമ്മുടെ ഐ കവർ ചെയ്യും. നമ്മൾ എന്താണ് ഏത് കൂടെയാണോ റേഞ്ച് കൂടെയാണോ മൂവ് ചെയ്യുന്നത് അത് ഐ ഓൾറെഡി കവർ ചെയ്യും. മാക്സിമം ഡിസ്റ്റൻസും പ്രീവിയസ് പൊസിഷനും മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ മറ്റേ ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്താ നടുവിലത്തെ പൊസിഷൻ കിട്ടുക. പറഞ്ഞാൽ 1 എവിടേക്കാണുള്ളത് അതിന്റെ നേരെ നടുവിലത്തെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്താ ഫുൾ കളി കളിക്കുന്നത്. നമ്മൾ നോക്കാം. 4 നമുക്ക് എന്താണ് ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡെക്സ് വിളിക്കാം. അപ്പൊ ഇതില് എന്താ നമ്മുടെ റേഞ്ച് ഓഫ് ലെങ്ത് ഓഫ് സീറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ സീറ്റ്സ് മൊത്തം കവർ ആയിട്ട് പോകും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഐ വെച്ചിട്ട് സ്റ്റാർട്ടിങ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് പ്രീവിയസ് പൊസിഷൻ നമുക്ക് വെറുതെ എന്താ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താവും, നമ്മൾ സീറ്റ്സിൽ എവിടെയാണോ 1 നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അപ്പൊ എവിടെയാണോ 1 ഒബ്സർവ് ചെയ്തത്, സീറ്റ്സ് ഓഫ് ഐ ഈക്വൽ ടു 1 എവിടെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്, ആ ഒബ്സർവ് ചെയ്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് പൊസിഷൻ -1 തന്നെയാണോ എന്നുള്ളതാണ്. അപ്പൊ പ്രീവിയസ് പൊസിഷൻ -1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ വെച്ചാൽ എന്താ നമ്മൾ വരാൻ പോണ ആൾക്ക് എന്തുണ്ടാവും, പ്രീവിയസ് പൊസിഷൻ അവിടെ അവിടെ പോയിട്ട് എന്നാൽ നെക്സ്റ്റ് പൊസിഷനിൽ പോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ പൊസിഷനിൽ വന്നിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 0 വരുള്ളൂ, മാക്സിമം ഡിസ്റ്റൻസ് അപ്പോൾ 0 വരുള്ളൂ അല്ലെ. ഫസ്റ്റ് പൊസിഷനിൽ തന്നെ വന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ. അപ്പോൾ എന്താണ് ഫസ്റ്റ് പൊസിഷനിൽ വന്ന് സെറ്റ് ചെയ്യാൻ ഒരാൾ ഓൾറെഡി ഉണ്ട്, അവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 0 ഡിസ്റ്റൻസ് വരും. അങ്ങനെ 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 നമുക്ക് എന്താണ് ഇപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ ഒരു 1 വന്ന് വിചാരിക്കുക. അപ്പോൾ ഫുള്ളി ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം അവസാനം എത്തുമ്പോൾ 4 ആണെന്ന് പറയാം, അല്ലെങ്കിൽ 3 ആണെന്ന് പറയാം നമുക്ക് അവസാനം വരെ എത്തുമ്പോൾ. ഓക്കെ, അപ്പൊ ആ ഒരു എന്താ കണ്ടീഷൻ സാറ്റിസ്ഫൈ, ആ ഒരു എഡ്ജ് കേസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഫ് പ്രീവിയസ് പൊസിഷൻ ഈക്വൽ ടു -1 എന്നിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാക്സിമം ഡിസ്റ്റൻസ് എന്ത് എഴുതാം, ഐ ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ ഇപ്പൊ പ്രീവിയസ് പൊസിഷൻ -1 അല്ല, കാരണം അതിന്റെ അർത്ഥം എന്താ, പ്രീവിയസ് പൊസിഷൻ നമ്മൾ ഒരു 1 ഓൾറെഡി കണ്ടുമുട്ടി അല്ലെ. ഇതിന് മുന്നേ ഒരു 1 നമ്മൾ ഓൾറെഡി കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഐ മൈനസ് പ്രീവിയസ് ബൈ 2 നേരെ നടുവിലുള്ള വാല്യൂല് മാത്രമേ നമുക്ക് ഇരുത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? എന്താ നടുവിലത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നേരെ ഹാഫിന്റെ പൊസിഷനിൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ മാക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താവും, മാക്സിമം ഓഫ് മാക്സ് ഡിസ്റ്റൻസും ഐ മൈനസ് പ്രീവിയസ് ബൈ 2. എന്താ മറ്റേ സ്ലാഷ് എന്ന് പറയുന്നത് എന്താ മനസ്സിലായില്ലേ, അത് ഫ്ലോട്ട് ഡിവിഷൻ ആണ്. അപ്പൊ അല്ല, ഫ്ലോട്ട് ഡിവിഷൻ അല്ല, ഇന്റീജർ ഡിവിഷൻ ആണ്. ഫ്ലോട്ട് ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് പോയിന്റ് കിട്ടും. നമുക്ക് ഇവിടെ പോയിന്റിന്റെ ആവശ്യമില്ല, നമുക്ക് സീറ്റ് എത്രാമത്തെ സീറ്റിലായിരിക്കണം എന്നാണ് ചോദിച്ചത് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് ഈ സീറ്റ്സ് ഓഫ് ഐ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പ്രീവിയസ് പൊസിഷൻ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കറന്റ് പൊസിഷനിൽ എവിടെയാണോ നമ്മൾ കണ്ടുമുട്ടിയത് അല്ലെ, 1 എവിടെയാണോ നമ്മൾ കണ്ടുമുട്ടിയത് അതാണ് നമ്മുടെ പ്രീവിയസ് പൊസിഷൻ എന്ന് പറഞ്ഞ് എഴുതണം. എന്നാലേ മാത്രമാണ് നമുക്ക് എന്താണ് ഓരോരോ ഗ്യാപ്പിലുള്ള സ്പേസിൽ എവിടെയാണ് ആൾക്ക് ഇരിക്കാൻ പറ്റുക, അടുത്ത ഗ്യാപ്പ് സ്പേസിൽ എവിടെയാണ് ആൾക്ക് ഇരിക്കാൻ പറ്റുക എന്ന് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, ഈ കണ്ടീഷൻ മതി ഇതിന്റെ ഉള്ളിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ. പിന്നെ നമുക്ക് മാക്സും പുറത്ത് നമുക്ക് വേറൊരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇനി എങ്ങാനും നമുക്ക് എന്താണ് ഫുൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഒരു പൊസിഷൻ കണ്ടുമുട്ടി, പക്ഷെ നമുക്ക് അവസാനം കൊണ്ടുപോയിട്ട് ആളെ ഇരുത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഫസ്റ്റിൽ നമ്മളെ പൊസിഷൻ കണ്ടുമുട്ടി അവസാനം കൊണ്ടുപോയിട്ട് ആളെ ഇരുത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ അവസാനത്തെ പൊസിഷനിലാണ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എഡ്ജ് കേസ്, ഏറ്റവും അറ്റത്തെ എഡ്ജ് കേസിൽ വരുമ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ മാക്സിമം ഡിസ്റ്റൻസ് n മൈനസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ലെങ്ത് ഓഫ് സീറ്റ്സ് -1 മൈനസ് പ്രീവിയസ് അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ -1 എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ബേസ് ഇൻഡെക്സിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. 0 1 2 3
പറഞ്ഞിട്ടുള്ള പൊസിഷൻ വരെ വരുള്ളൂ. പിന്നെ നമുക്ക് എന്താണ് മൈനസ് പ്രീവിയസ് എന്നത് ഫസ്റ്റ് എവിടെയാണ് നമ്മൾ കണ്ടുമുട്ടിയത് അതുവരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ. ഇതിന് മുന്നേ എവിടെയാണ് നമ്മൾ പ്രീവിയസിനെ കണ്ടുമുട്ടിയത് ആ പ്രീവിയസിന്റെ അവിടെ പോയിട്ട് നമുക്ക് ഇതിൽ പൊസിഷനിൽ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ പ്രീവിയസ് നമ്മൾ പിന്നെ കണ്ടുമുട്ടുന്നത് ഇപ്പൊ എവിടെ, ഇപ്പൊ നമ്മൾ സെക്കൻഡ് പൊസിഷനിലാണ് നമ്മുടെ വൺ ഇരിക്കണം വിചാരിക്കുക. അപ്പൊ നമ്മൾ ഫുള്ളി മൂവ് ചെയ്തിട്ട് നമുക്ക് അവസാനം എത്തിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിന്റെ മുന്നേ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് അത് കവർ ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ അവസാനത്തെ പൊസിഷനിലുള്ള വാല്യൂ ആണ് ഈ ഒരു ഗ്യാപ്പ് സ്പേസിൽ എന്താണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലെങ്ത് ഓഫ് സീറ്റ്സ് -1 മൈനസ് പ്രീവിയസ് ഏറ്റവും വലിയ മാക്സിമം ഡിസ്റ്റൻസ് തരും. അപ്പോൾ ഫ്രണ്ടിൽ നിന്നാണോ കൂടുതൽ ഗ്യാപ്പ് ബാക്കിൽ നിന്നാണോ കൂടുതൽ ഗ്യാപ്പ് രണ്ടും കവർ ആവും ഈ മാക്സിമം ഡിസ്റ്റൻസിന്റെ ലാസ്റ്റത്തെ ഈ ഒരു ഇത് വെച്ചിട്ട്. ഓക്കെ, ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ റിട്ടേൺ ചെയ്തില്ല. അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതിയ കണ്ടീഷൻസ് കറക്റ്റ് ആയിരുന്നു. നമുക്കൊന്ന് ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് ഇത് എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ എടുത്തു, റെസ്പോൺസും ഇൻഡെക്സും എടുത്തു. വൈൽ ലൂപ്പ് വെച്ചിട്ട് ഇവർ കംപ്ലീറ്റ് ചെയ്തു. ഇൻഡെക്സ് നോട്ട് ഈക്വൽ ടു എന്നിട്ട് ഇതിൽ ആദ്യം കവർ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ് സീറ്റ്സ് ഓഫ് ഇൻഡെക്സ് ഫസ്റ്റ് വണ്ണിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് നമ്മൾ കവർ ചെയ്തിട്ട് ഇവിടെ ഒരു ലെഫ്റ്റ് ഓഫ് ഇൻഡെക്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ എന്താണ് വാല്യൂ നമ്മൾ കവർ ചെയ്ത് കണ്ടിന്യൂ ചെയ്തു. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ 2-3 വൺസ് വരികയാണെങ്കിൽ ഇവിടെ എന്താണ് ഇത് ലാസ്റ്റ് പൊസിഷനിലാണ് നമ്മുടെ ഇൻഡെക്സ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതുവരെ സീറ്റ്സ് ഓഫ് ഇൻഡെക്സ് ഇപ്പോഴും 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റെസ്പോൺസ് ഓഫ് ഇൻഡെക്സ് മൈനസ് ലെഫ്റ്റ് ആക്കി ഇൻഡെക്സ് പ്ലസ് ഈക്വൽ ടു റിട്ടേൺ റെസ്പോൺസ് ആക്കി. നമുക്ക് വേണമെങ്കിൽ അപ്രോച്ച് നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പൊ അപ്രോച്ചും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്താണ് ഫുൾ ലെങ്ത് ഓഫ് സീറ്റ്സ് ഒന്ന് പോണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്താണ് ആ ലെങ്ത് ഓഫ് സീറ്റ്സ് പോണ്ടി വന്നില്ല. നമുക്ക് ഇൻഡെക്സ് നോട്ട് ഈക്വൽ ടു ലെങ്ത് ഓഫ് സീറ്റ്സ് അതും പോയി. ഇതും സത്യം പറഞ്ഞാൽ നീങ്ങി പോകുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഇൻഡെക്സ് പ്ലസ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് എന്താണ് ഓർഡർ ഓഫ് എൻ തന്നെയാണ്. ഇതും ഓർഡർ ഓഫ് എൻ തന്നെയാണ്, ഇതും ഓർഡർ ഓഫ് എൻ തന്നെയാണ്. രണ്ടിലും അങ്ങനെ മാറ്റമൊന്നും വരുന്നില്ല. സെയിം തന്നെയാണ്, കൺസെപ്ച്വലി സെയിം തന്നെയാണ്. ഇതെന്താണ്, ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വേഗം മനസ്സിലാവുമെന്ന് മാത്രം. ഇതെന്താണ്, നമ്മൾ ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഇത് എഴുതുന്നത്. ഇത് ആലോചിച്ച് ഇതെന്താണ്, ഇതെന്താ വെച്ചാൽ നമുക്ക് കൺസെപ്ച്വലി കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. മാക്സിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകേണ്ടി ഉള്ളൂ. കുറച്ചുകൂടി ഈസിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എന്തായാലും ഈ ക്വസ്റ്റിന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.